ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. സമയം 5:25. ചേച്ചി ഇപ്പോൾ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു യാത്ര പോയാലെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളങ്ങനെ വാഗമൺ പോയാലോ എന്നൊരു പ്ലാനിങ്ങിൽ അവരിപ്പോൾ ജസ്റ്റ് ഇത് വന്നേ ഉള്ളൂ. ഒരാലപ്പുഴയിൽ അളിയൻ്റെ അടുത്തായിരുന്നു. സോ ലെറ്റ്സ് റെഡി ടു ഗോ ടു വാഗമൺ. ലെറ്റ്സ് ഗോ. ഗൈസ്, അങ്ങനെ രാവിലത്തെ മഴ കാരണം നമുക്ക് വാഗമൺ പോകാൻ പറ്റിയില്ല. ഇപ്പോഴാണ് നല്ല തെളിഞ്ഞ ക്ലൈമറ്റ്. സോ വീടിനടുത്തൊരു വാട്ടർഫാൾസ് ഉണ്ട്, അരീക്കൽ. സോ നമ്മൾ അങ്ങോട്ട് ജസ്റ്റ് ഔട്ടിങ്ങിന് പോവുകയാണ്. സോ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. എന്താണെങ്കിലും 1:39 സോ എന്താണെങ്കിലും ലഞ്ച് കഴിയാൻ ചാൻസ് കുറവാണിപ്പോൾ. സോ അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, എല്ലാവരും റെഡിയായി ഇറങ്ങുന്നു. ഗൈസ്, നമ്മളങ്ങനെ അരീക്കിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ഇതിപ്പോൾ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് സ്പോട്ട് പാർക്ക് ചെയ്യേണ്ടവർക്കൊക്കെ അവിടെ പെയ്യാൻ പാർക്കുണ്ട്. സോ നിങ്ങൾ വരുന്നവരാണെങ്കിൽ അവിടെ നിന്ന് വന്നാൽ മതി. പിന്നെ ഇവിടെ ഇവിടെ ഒരു വേറെ സ്ഥലം കൂടി ഉണ്ട്, കൊച്ചരീക്കൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഗുഹയും മലയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ഈ റൂട്ടാണ് പോകുന്നത്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമുക്ക് അങ്ങോട്ട് പയ്യെ ചലിക്കാം. നല്ല സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ. സോ പയ്യെ നമുക്ക് അങ്ങോട്ട് പോകാം. നിങ്ങളൊക്കെ വരുവാണെങ്കിൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ലതായിരിക്കും. ഇതിന് മുകളിൽ ബേഡ്സ് പാർക്കൊക്കെ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഞങ്ങളെന്തായാലും ഇതിന് മുകളിൽ കയറിയിട്ടില്ല. സോ അറിയില്ല. നമുക്കെന്തായാലും വെള്ളച്ചാട്ടത്തിലേക്ക് പോകാം. നിങ്ങൾ വരുന്നവരാണ് എങ്കിൽ എറണാകുളത്ത് നിന്ന് വരുമ്പോഴാണെങ്കിൽ എറണാകുളത്തുനിന്ന് അടുത്ത സ്ഥലമുണ്ട്. സോ പിറവത്തുനിന്ന് ഒരു 17-20 കിലോമീറ്റർ ആണ് അരീക്കലിലേക്ക്. സോ വരുന്നവരൊക്കെ ലൊക്കേഷനൊക്കെ നോക്കി എന്നിട്ടത് വരിക. ഇത് അരീക്കലിൻ്റെ ടോപ്പ് വ്യൂ ആണ്. പേയാൻ പാർക്കാണത്. സോ വരുന്നവർക്ക് യൂസ്ഫുള്ളായിരിക്കും. മറ്റുള്ളവർക്കൊരു അപകടകരമായിട്ട് റോഡ് സൈഡിൽ ഇതിൽ പാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ നല്ല സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം ചെയ്ത് വയ്ക്കുക. സോ മാക്സിമം റോഡ് ആൻഡ് റൂൾസ് ഒക്കെ പാലിച്ച് ചെയ്യുക. ഓക്കെ, വരുന്നവർക്കൊക്കെ ഇങ്ങനെ താഴെ വെള്ളത്തിൽ കുളിക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഡ്രസ്സൊക്കെ വാങ്ങി താഴത്തേക്ക് പോവുക. കാരണം താഴെ വേറെ ഷോപ്പും കാര്യങ്ങളൊന്നുമില്ല. സോ പിന്നെ ഇവിടെ ഒരു പാസ് ഉണ്ട്, ടിക്കറ്റ് കൗണ്ടറൊക്കെ. സോ എടുത്തിട്ട് കയറുക. സോ മഴവെള്ളമുള്ള സമയത്ത്, മഴയൊക്കെ ഉള്ള സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നല്ല പായലുണ്ടാവും, സ്റ്റെപ്പൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ്. സോ നമ്മൾ അരീക്കൽ വെള്ളച്ചാട്ടത്തിലേക്കുള്ള പാസ് എൻട്രി ചെയ്യുകയാണ്. ആശാൻ ഐസ്ക്രീം കൗണ്ടർ കണ്ടപ്പോഴത്തേക്കും കരച്ചിൽ തുടങ്ങി. ഗായ്സ്, നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വരുന്ന വഴിക്ക് അരീക്കൽ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നൊരു റൂട്ടുണ്ട്. അത് വരുമ്പോൾ അവിടെയാണ് വരേണ്ടത്. അത് കുറച്ച് ഉള്ളിലേക്ക് നടക്കാനുണ്ട്. സോ വരുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വരിക. മെയിൻ റോഡ് വഴി കയറി വരുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ വ്യൂ പോയിൻ്റ് വഴി കയറാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അതാണ് അങ്ങോട്ട് പോകുന്ന വഴി. സത്യം പറഞ്ഞ് ഇന്ന് ഇത്രയും തിരക്കുണ്ടാകും ഒട്ടും ഞാൻ വിചാരിച്ചില്ല. നല്ല തിരക്കുണ്ട്. മഴയില്ലാത്തത് കൊണ്ടും നല്ലൊരു ആംബിയൻസ് ഒക്കെയാണ്.
ഞാൻ എന്തായാലും ഓൾമോസ്റ്റ് ഇവിടെ വന്നിട്ട് ഒരു 1 ഇയർ മുകളിലായിട്ടുണ്ട്. എന്തായാലും ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക, എന്തായാലും പായലൊക്കെ ഉണ്ടാവും. സോ സൂക്ഷിച്ച് കണ്ടൊക്കെ ഇറങ്ങേണ്ടതാണ് എല്ലാവരും. അങ്ങനെ അതാണ് ഫൈനൽ അരീക്കൽ വാട്ടർഫാൾസിൻ്റെ ഒരു ലുക്ക്. വെള്ളം എന്തായാലും കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നല്ല മഴ ആയതുകൊണ്ട് നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഒരു പൊന്ന സ്റ്റെപ്പ് കയറി കുഞ്ഞാവും മടുത്തിരിക്കുന്നു, എടുക്കണം എന്നാണ് ഇപ്പോൾ പറയണത്. ഞങ്ങളങ്ങനെ ഇവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളങ്ങനെ തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഗൈസ്, അങ്ങനെ മഴ തുടങ്ങിയിരിക്കുന്നു. നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കതിന് ശേഷം നേരെ വീട്ടിലേക്കാണ് പോകേണ്ടി വന്നത്. കാരണം നല്ല മഴയായതുകൊണ്ട് ഞാൻ ഒരുപാട് വിഷ്വൽസ് ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.